നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ വിളിക്കാം. പലരും ഒരു കാര്യം ആദ്യമേ പറയുന്നു, ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ചതിനെ കൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാനാവില്ല. അത് എത്രയോ തവണ പറഞ്ഞതാണ്. പുതിയ പുതിയ ആളുകൾ പ്രേക്ഷകരായി വരുന്നത് കൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അത് മുകളിൽ കൂടെ സ്ക്രോള് നോക്കി വിളിക്കണം. അതിൽ ഉള്ള നമ്പറിൽ വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയുള്ള നമ്പറാണ്. ആ കാര്യം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കാത്തവർക്കൊന്നും ജ്ഞാനമുണ്ടാവില്ലല്ലോ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാന എന്നാണ്. ശ്രദ്ധിക്കുന്നവർക്ക് ജ്ഞാനം ലഭിക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ കുറേയെല്ലാം കൊട്ടിയൂരിനെ കൊണ്ടും മറ്റുള്ള ദൈവിക വിഷയങ്ങളൊക്കെ സംസാരിച്ചു. സ്വാഭാവികമായിട്ടും വ്യാഴത്തിൻ്റെ ഒരു രാശി വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു മീനം രാശിക്കാരി സ്ത്രീ ഞങ്ങളെ കൊണ്ട് മാത്രം പറഞ്ഞില്ലല്ലോ എന്ന് പരാതി പറഞ്ഞു ഫോണിൽ കൂടെ. മീനൻ രാശിക്കാർക്ക് വ്യാഴം 4-ാം ഭാവത്തിലാണ്. ഇതിനു മുമ്പ് 3-ലുള്ള സമയത്താണ് മഹാമോശമായ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുമെന്നാണ്. 4 അത്ര നല്ല ഇഷ്ടപ്പെട്ട സാധനമൊന്നുമല്ല. ഗ്രഹനിലയിൽ 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത്, കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണെങ്കിലും ചാരവശാൽ അങ്ങനെയല്ല. പക്ഷേ വലിയ ദോഷവും വരാനില്ല. ഹൃദയത്തിന് അസുഖമുള്ളവർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ വീട് നിർമ്മാണത്തിനൊന്നും വേറെ തടസ്സമൊന്നും വരാനൊന്നുമില്ല. അപ്പം 4 അങ്ങനെ എന്താണ് വലിയ ഗുണവും വലിയ ദോഷവും ഇല്ലാതെ അങ്ങനെ അങ്ങ് പോകും. പിന്നെ വ്യാഴമല്ലേ, ഞാൻ പറഞ്ഞല്ലോ, 8ഉം 12ഉം 3ഉം ഒക്കെയാണ് വളരെ, അതേപോലെ 6ഉം അതൊക്കെയാണ് ദോഷം വളരെയേറെ വർദ്ധിക്കുന്നത്. ജന്മം മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഉപദ്രവിക്കില്ല, വല്ലാതെ അങ്ങോട്ട്. ചില സ്ഥലങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കും, ചില സ്ഥലങ്ങളിൽ നിന്നാൽ വളരെ ദോഷാനുഭവങ്ങൾ എന്തായാലും അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. മറ്റ് ചില ഇതേപോലുള്ള രാശികളിൽ വലിയ ഗുണവും ദോഷവും ഇല്ലാതെ അങ്ങ് പോകും, അത്ര തന്നെ. പിന്നെ ഇത് 5-8 മാസം കൂടി കഴിഞ്ഞാൽ മാറുകയല്ലേ, അത്രമാത്രം വലിയ കണക്കിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പാലയാട് നിന്ന്. പാലയാട്, പറയൂ, ഡേറ്റ് പറയൂ. ജനിച്ച ദിവസം 27/6/1979, വൈകുന്നേരം 5:50. ഹലോ. ഹലോ, വൈകുന്നേരം 5:50 അല്ലേ? അതെ അതെ. ആരുടേതാണെന്ന് പറഞ്ഞില്ല. എൻ്റെ മോൻ്റെതാണ്. മോൻ്റെതാണ്. എന്താണ് മകനെ കുറിച്ച് അറിയേണ്ട വിഷയം? ഇത് ഭാവി കാര്യങ്ങളാണ്, ജീവിതത്തിനെ പറ്റിയിട്ട്. ഭാവി കാര്യങ്ങൾ, ജീവിതത്തെ പറ്റി. 45 വയസ്സായില്ലേ നീ? 46 79 അല്ലേ? അതെ. 1979 എന്നാണോ പറഞ്ഞത്? 1979 ജൂൺ 27 വൈകുന്നേരം 5:50. ശരി. അപ്പോൾ പൂയം നക്ഷത്രം. ഇപ്പോൾ നടക്കുന്നത് ശുക്രൻ്റെ ദശ കഴിഞ്ഞ് സൂര്യൻ്റെ ദശയാണ്. സൂര്യൻ അഷ്ടമത്തിലുള്ള സൂര്യനാണ്. അത്ര വലിയ ഗുണം പറയാനൊന്നും ഇല്ല. എന്താണ് ഇപ്പം ചെയ്യുന്ന ഇയാള്? നാട്ടിലല്ല, വിദേശത്താണ്. അതെ. വിദേശത്ത് നല്ല അവസ്ഥയിലുണ്ടോ?
മോശമില്ലാത്തൊരവസ്ഥയിലാണ്. പക്ഷെ മൂപ്പർ ലൈഫിനെ പറ്റിയിട്ടാണ്. ആ ലൈഫ് എന്താണ്? ഒരു സുഖമില്ലാത്തൊരു ലൈഫാണ്. ശരി, അത് കൂടുതൽ മോശമായിട്ട് സൂര്യൻ്റെ ദശയല്ലേ, ഇപ്പോൾ ചൂട് പിടിച്ച ഒരു അന്തരീക്ഷം ഇപ്പം വരുമെന്നാണ്. ശുക്രൻ കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരിക എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതായത് ഇപ്പം കുറച്ചു കാലമായിട്ട് തീരെ മോശമായ അവസ്ഥ ഇയാൾക്കുണ്ടാവും. അഷ്ടമ സൂര്യനാണ്. അപ്പോൾ അത് വിചാരിക്കാതെ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാനാവും. പിന്നെ അസ്ഥി, എല്ല്, ഇതൊക്കെ കണ്ണ്, ഇതൊക്കെ സൂര്യൻ്റെ ദോഷങ്ങളെ കൊണ്ട് ആ പിന്നെ കണ്ണിനും മറ്റൊക്കെ കാഴ്ചക്ക് വല്ല പ്രശ്നങ്ങൾ വരിക. അതേപോലെ എല്ല് സംബന്ധമായിട്ടും ഞരമ്പ് സംബന്ധമായിട്ടും മറ്റൊക്കെയുള്ള ന്യൂറോ പ്രോബ്ലങ്ങളെല്ലാം വരിക. ഇതൊക്കെ ഈ അഷ്ടമ സൂര്യൻ്റെ കുഴപ്പമാണ്. മറ്റേത് 7ാം ഭാവത്തിൽ ലഗ്നാധിപനാണെങ്കിലും ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അകൽച്ചയിൽ, അതായത് സൗന്ദര്യപ്പിണക്കമാണോ അതോ കൂടുതലാവുന്നുണ്ടോ? അവരകൽച്ച തന്നെയാണ്. അല്ല, തീർത്തും അകന്നു പോയോ? അതെ. അപ്പോൾ അല്ല, ഇനി ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക്. അതെ അതെ അതെ. അത് പിന്നെ ഞാൻ എന്ത് പറയാൻ. അപ്പോൾ അവിടെ ഇപ്പോൾ ഒന്നിച്ചല്ലേ ഇവർ താമസിക്കുന്നത്? അല്ല അല്ല, വിട്ട് തന്നെയാണ്. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ ഇനി വലിയ പ്രതീക്ഷകൾക്ക് വകയില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവാം. അതിൻ്റെ നിയമപരമായിട്ടുള്ള വേർപിരിയൽ കഴിഞ്ഞോ? കഴിഞ്ഞു. ആ, അപ്പോൾ പിന്നെ അടുത്ത പരിപാടി നോക്കാം. പക്ഷെ അതും സൂര്യൻ അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ആ സൂര്യന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് കുറച്ചൊരു കാഠിന്യം കുറക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ആ സൂര്യൻ്റെ ദോഷങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. അത് തൊഴിലിനെയും ചിലപ്പോൾ ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ആ, 10ാം ഭാവാധിപനും കൂടിയാണ്. ഏത് ഭാവാധിപനായാലും അവൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. 10ാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ കർമ്മപതി, അതായത് ജോലിയുടെ ആള്. ആ ജോലിയുടെ ആളാണ് ഈ ജാതകത്തിൽ സൂര്യൻ. അയാൾക്ക് അനിഷ്ട സ്ഥാനസ്ഥിതി വരുന്നത് നല്ലതല്ല. അപ്പോൾ ഈ മറ്റേത് ഏതായാലും പിരിഞ്ഞല്ലോ, ഇനി ആ ഭാഗം നമ്മൾ ചിന്തിച്ച് തലമുണ്ടാക്കണ്ടല്ലോ. പിന്നെ അവർ തമ്മിൽ മുൻ പരിചയത്തിൽ കല്യാണം കഴിച്ചതാണോ? അല്ല അല്ല, സാധാരണ കല്യാണം തന്നെയായിരുന്നു. അതെ അതെ. ആ, ഏതായാലും ചത്തകുട്ടിയുടെ ജാതകന് നോക്കണ്ടല്ലോ, അത് കഴിഞ്ഞു. അതിന് ബാക്കിയുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് ഇനി ചിലപ്പോൾ ഇവിടെ പ്രതിസന്ധി വന്നേക്കാനുള്ള സാധ്യത. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. അത് അത്തരം വിശ്വാസമൊക്കെ ഉള്ള ആളാണോ ഇയാള്? വലിയ താല്പര്യമില്ല, പിന്നെ പറയണ്ട. പക്ഷേ പിന്നെ ഇവിടെ കാണുന്ന കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞല്ലേ പറ്റൂ. അയാളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ നല്ല സമയം എപ്പം വരും അങ്ങനെ ഒരു പിന്നെ, അതായത് ഈ സൂര്യൻ കഴിയണമെങ്കിൽ ഇവിടെ 2030 കഴിയുന്നത്. ബലമില്ലാത്ത ചന്ദ്രനാണ് പിന്നെ വരാനുള്ളത്. പക്ഷേ ജാതകം പൊതുവെ മാളവിയോഗം, അതേപോലെ കേസരി യോഗം, ഗുരുവും ബുധനും തമ്മിൽ യോഗം ചെയ്തിരിക്കുന്നു. അതൊക്കെ കാണിക്കുന്നത് ഇയാളുടെ പിന്നെ നല്ല ബുദ്ധിശക്തിയുള്ള ആളാണ്, നല്ല ഈശ്വരാനുഗ്രഹമുള്ളവനാണ്, സ്വയം ചിന്താശേഷിയുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് മേലെ കടയിലേക്ക് അയാൾക്ക് ഉയരാൻ പറ്റിയത്. അയാളുടെ കമ്പനി ഉയർച്ചയൊക്കെ അതൊക്കെ. പിന്നെ മാത്രമല്ല, ഈ 20 കൊല്ലം ശുക്രന് കിട്ടിയല്ലോ. ആ മാളവിയോഗപ്രദനായ ശുക്രൻ്റെ ദശയിൽ ആ 20 കൊല്ലം കിട്ടിപ്പോയല്ലോ ഇയാൾക്ക്. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ കിട്ടിയല്ലോ. അപ്പോൾ അതായിരിക്കും ഇയാളുടെ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം. 25ാം വയസ്സിൽ തുടങ്ങിയ ശുക്രനാണ്. ആ ശുക്രനാണ് ഇയാളെ വലിയ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചത്. ആ സമയം ഇനി അത്തരം നല്ല സമയം ഇനി ഇല്ല അയാളുടെ ജാതകത്തിൻ്റെ ഗുണം അയാൾക്ക് തുടർന്നും കിട്ടും. പക്ഷേ ഇപ്പം അത് കുറച്ചൊരു തിരിച്ചടിയുടെ സമയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് തന്നെയാണ് ഇതിപ്പോൾ തുടങ്ങിയിട്ട് 24/11 മാസം, 2024 നവംബർ മുതൽ അല്ലേ? അതെ, ഇപ്പോൾ 8 മാസത്തോളം ആയി. അത് നിങ്ങൾ കണക്കൂട്ടിയാൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും. അയാൾ എന്തെങ്കിലും പരാതി പറയാൻ സാധ്യതയുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള സമയത്ത്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അയാൾക്ക് താല്പര്യമില്ല, പിന്നെ അയാളോടൊന്നും പറയണ്ട,
വെറുതെ പറഞ്ഞിട്ട് ടെൻഷൻ കൂട്ടണ്ട. അങ്ങനെയുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു സമയദോഷമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പരിഹാരം ചെയ്യുന്നു, അതൊക്കെ ആകുമ്പോൾ അതിന് മാറ്റമുണ്ടാവും. അത് വ്യക്തിയുടെ മാനസികമായിട്ടും കൂടി ചെറിയൊരു ശമനം വരുത്തുന്ന പരിപാടിയാണല്ലോ അത്. എല്ലാം മനസ്സല്ലേ. അപ്പോൾ ഇങ്ങനെ വിശ്വാസമില്ലാത്ത ആളോട് ഇത് സമയദോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വെറുതെ അയാൾ പരിഹാരം ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയോട് കൂടുതൽ ടെൻഷനാക്കാതിരിക്കുക നല്ലത്. അത്ര ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രത്യേകിച്ചൊരു കമ്പനി മാറ്റങ്ങളൊന്നും ഈ സമയത്ത് പറ്റില്ല, അതൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. കൂടുതൽ മോശമായ രൂപത്തിൽ പറഞ്ഞു എന്നുള്ള രൂപത്തിൽ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യണ്ട. അങ്ങനെ മോശം സമയം ഉണ്ടാവോ? എൻ്റെ ജ്യോതിഷ സിദ്ധാന്ത പ്രകാരം 10 തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുണ്ട്. എന്നെ നിങ്ങൾ ഓർമ്മിക്കണമെങ്കിൽ എൻ്റെ വാക്കുകൾ ശരിയായി വന്നാലല്ലേ ഉള്ളൂ. അത് ഞാൻ നോക്കണ്ടേ? നിങ്ങളെ മോനിപ്പോൾ ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞിട്ട് നാളെ പണി തെറിച്ചു പോയാൽ എനിക്ക് അത് മോശമല്ലേ? അന്നേരം നിങ്ങൾ എന്നെ ഒരു അറിവില്ലാത്തവനായിട്ട് നിങ്ങളെ മനസ്സിൽ എനിക്ക് സ്ഥാനമായി പോവില്ലേ? അപ്പോൾ ഈ വരുന്ന 5 വർഷക്കാലം അയാൾക്ക് അത്ര തൊഴിൽ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് കോൺക്രീറ്റ് ആയിട്ട് പറയുന്നു. അതെനിക്ക് മാറ്റി മാറ്റി പറയുന്ന സ്വഭാവമൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കാൻ പറയുക. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, ഓരോ ഭാവാധിപന്മാരും എങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത്. എന്താണ് ബുദ്ധിമാൻ ജാതകത്തിലെ ശുഭാശുഭങ്ങളെ ഭാവാധിപന്മാരെ കൊണ്ട് ചിന്തിക്കുന്നു എന്നാണ്. ഭാവത്തിൽ നിൽക്കുന്നവർക്ക് പ്രാധാന്യമില്ലെന്നല്ല, പക്ഷെ ഭാവാധിപൻ്റെ ഇഷ്ടസ്ഥിതി, ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നത് അത് നല്ല ഭാവമായിട്ട് ആണെങ്കിൽ അത് വളരെ, ഉദാഹരണം ഇപ്പോൾ ശനി പോലും മരണത്തിൻ്റെ കാരകനാണല്ലോ. അഷ്ടമത്തിൽ നിൽക്കുന്ന ആയുസ്സിന് നല്ലതാണ്. ശനി കുംഭത്തിലും മകരത്തിലുമായിട്ട് നിൽക്കുന്നതാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് അതിൻ്റെ. മറിച്ച് ശനി അഷ്ടമത്തിൽ പോയി നിന്നാൽ വേറെ ചില രോഗങ്ങൾ, അർശസ് പോലെയുള്ള രോഗങ്ങൾ വരികയാണ് ചെയ്യുക. ആരും കാണാതെടുത്ത അസുഖം ഉണ്ടാകുമെന്നാണ്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത്തരത്തിൽ ജ്യോതിഷത്തിൽ പല ഘടകങ്ങളുണ്ട്. ഈ ഫലപ്രവചന കാര്യത്തിലേക്ക് നമ്മൾ ജ്യോതിഷിയെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടെന്ന് കാണുന്ന കുറേ കാര്യങ്ങൾ കൂടിയിട്ട് നമ്മളിവിടെ ഫലം പറയുന്നു. ശരിക്കും അങ്ങനെ നോക്കും, നല്ലോണം ചിന്തിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ലാഗ് വരും. നമ്മളെ ചരിത്രപ്രസിദ്ധമായ വാക്കാണല്ലോ ഇപ്പോഴത്തെ ലാഗ് ആയിരിക്കും ഇഷ്ടമല്ല. അപ്പം ഞാനിവിടെ ഒരാൾ ചോദിച്ചു, ഡേറ്റ് ചോദിച്ചു, ഞാൻ തെയ്യ സ്ഥലത്ത് വടിയും പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ടില്ലേ, അതേപോലെ ഞാനിവിടെ ഒന്നും മിണ്ടാതെ സ്റ്റക്കായിട്ട് ഇത് മാത്രം നോക്കിയെന്ന് അത് ലാഗായിപ്പോയി. സ്വാഭാവികമായിട്ടും ലാഗ് വരുത്തുന്നവനെ സ്റ്റുഡിയോയിൽ നിന്നും ഇറക്കി വിടും ഇതിൻ്റെ മുതലാളി. കാരണം പരിപാടി പൊളിയും. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ്. അല്ലെങ്കിൽ ആളുകൾ ഇയാളെന്താണൊന്നും മിണ്ടാതെ, ഇയാൾ ഒറ്റ നിപ്പാണല്ലോ, വടിയും പിടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുകയാണല്ലോ എന്ന് പറയും. അങ്ങനെ വന്നാൽ പരിപാടി പൊളിയും. കുറ്റപ്പെടുത്തുന്നവർക്ക് വേഗം പറയാം, അയാൾ പെട്ടെന്ന് പറയുന്നു, അതിലൊന്നും ഒരു കഴമ്പില്ല എന്നൊക്കെ പറയാം. പക്ഷെ പ്രോഗ്രാം നടത്തുമ്പോൾ ആ പ്രോഗ്രാമിന് ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ 100% നീതി പാലിക്കാൻ വേണ്ടി ഒരു ജാതകം കിട്ടി, ഒരാൾ ഡേറ്റ് പറഞ്ഞു, 10 മിനിറ്റ് ഞാനിങ്ങനെ നോക്കിയിരുന്നു, എല്ലാം ഒരു ഇതൊക്കെ മനസ്സിലാക്കി പറയുമ്പോഴേക്കും ജനങ്ങൾ എല്ലാവരും ചാനൽ മാറ്റിക്കളയും. അതാണ് വിഷയം. അതാണ് ഈ പരിപാടി. വേറെ ഒറിജിനൽ ജ്യോതിഷത്തിലേക്ക് ഈ പരിപാടിയെ ഈ പരിപാടി തമ്മിൽ ബന്ധപ്പെടുത്തരുത് നിങ്ങൾ ആരും തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശദമായി അറിയേണ്ടവർ നേരിട്ട് വരുന്നുള്ളൂ എന്ന്. ഒരു കോളുണ്ട്. ഹലോ. ഇവിടെ തന്നെ വിളിക്കുന്നത് കണ്ണൂർ. പറഞ്ഞോളൂ. 1982 ഒക്ടോബർ 21. സമയം പറയൂ. 6:25 രാവിലെ. ആരുടേതാണെന്നും പറയൂ. അമ്മേൻ്റെതാണ്. എന്താണ് അമ്മയെ കുറിച്ച്?
അല്ല ഇപ്പൊ നടക്കുന്ന സമയം എങ്ങനെയാ നോക്കാൻ വേണ്ടിട്ട്. ഇപ്പം നടക്കുന്ന സമയം എങ്ങനെയാണെന്ന് അറിയണം അല്ലേ? ആ ആ പിന്നെ തൃക്കേട്ട നക്ഷത്രം, അതെ. പ്രായം 42 ഉള്ളൂ നമുക്ക്. അതെ അതെ. അത്ര വലിയ, പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ്. ലഗ്നത്തിൽ നിൽക്കുന്ന നീച സൂര്യൻ്റെ ദശയാണ്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ആ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യൻ പിഴച്ച സൂര്യനാണ്. ഉം, ഉം. ഞാൻ നേരത്തെ വിളിച്ച കോളറോട് പറഞ്ഞത് കേട്ടല്ലോ. അതിൽ അത് തന്നെ സൂര്യൻ, ഇവിടെയും സൂര്യൻ തുലാത്തിലാണ് നിൽക്കുന്നത്. നേരത്തെ സൂര്യൻ അഷ്ടമത്തിലായിരുന്നു. ഇവിടെ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നു, നീചത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ അവിടെ കർമ്മ സംബന്ധമായ ദോഷം പറഞ്ഞു, ഇവിടെ ആരോഗ്യ സംബന്ധമായ ദോഷങ്ങളുണ്ടാവും. അമ്മയോടൊന്ന് ശ്രദ്ധിക്കാൻ പറയണം. എവിടെയെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പറയുന്നുണ്ടോ അത് സംബന്ധമായിട്ട്? പറയുന്നുണ്ട്. അതെ, വെരിക്കോസിന്റെ അത് സംബന്ധം, അതിനോടനുബന്ധിച്ചിട്ടുള്ള പെയിൻ ഉണ്ടാവൂലേ? പിന്നെ ഒന്നും ഇല്ലാന്ന് പറയുന്നത് എന്റെ അതെ, അത് മൂത്ത് വരുന്നല്ലേ ഉള്ളൂ. അത് മൂത്ത് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ അത് വളരെ മോശപ്പെട്ട സമയമാണ്. 25 8-ാം മാസം വരെ, അതായത് ഒരു 1.5 മാസവും കൂടി വളരെ മോശമുണ്ട്. അത് ശ്രദ്ധിക്കാൻ പറയണം. അതുപോലെ വീഴ്ചയും ശ്രദ്ധിക്കണം. പിന്നെ ആള് പണ്ടേ കുറച്ച് നല്ല, എന്താ പറയുക, എടുപ്പുള്ളൊരു സ്ത്രീയാണ്. നല്ല അത് അല്ലേ? അങ്ങനെയല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളെല്ലാം വരുമ്പോൾ മനസ്സിനെയും ബാധിക്കുവേ. അതാണ്. ജന്മനാ കുറച്ച് സുന്ദരിയായിപ്പോയി. കേൾക്കുന്നുണ്ടോ അവിടുന്ന്? അതാ നമുക്കുള്ളൊരു ദൗർബല്യം. എന്താ ചെയ്യാ, ഇങ്ങനെ ജന്മനാ ദൈവ സൗന്ദര്യത്തോടുകൂടി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വന്നുപോയി. എന്തുവാട്ടെ. അപ്പോൾ അതുകൊണ്ട് അതിന് എന്തെങ്കിലും കേട് വരുമ്പോൾ പുള്ളിക്കാരിക്ക് പ്രശ്നം വരും. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറയണം. പിന്നെ വെറുതെ വീഴാനും പിടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ശിവക്ഷേത്രത്തിൽ നിങ്ങളിപ്പോൾ പാലയാട് അല്ല, എവിടുന്ന വിളിക്കുന്നു പറഞ്ഞ? പയ്യന്നൂർ. ആ പയ്യന്നൂരാണെങ്കിൽ അവിടെ എവിടെയാണ് ശിവക്ഷേത്രം ഉള്ളത്? ശിവക്ഷേത്രത്തിലാണ്. സൂര്യൻ്റെ ദോഷങ്ങൾക്ക് ശിവനെ തന്നെയാണ് നമ്മൾ. പിന്നെ ഇവിടെ എന്താ പറയുക, വേളാപുരത്തൊരു ശിവക്ഷേത്രമുണ്ട്. അത് പയ്യന്നൂരിൽ നിന്ന് കുറച്ച് ഇപ്പുറം. പിന്നെ നമ്മളെ ഇന്നലെ അമിത്ഷാ വന്ന്, പിന്നെ രാജരാജേശ്വരൻ, അത് അത്ര 8 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, 10 കിലോമീറ്റർ അത്രയല്ലേ ഉള്ളൂ. അല്ല, 10-20 കിലോമീറ്റർ അത്രയല്ലേ ഉള്ളൂ വ്യത്യാസങ്ങളെങ്കിലും. അപ്പോൾ അവിടെ ഒന്ന് പോവട്ടെ ഏതായാലും സന്ധ്യക്ക്. സൂര്യൻ്റെ ദോഷത്തിനൊന്ന് നെയ്യമൃത് വെച്ച് തൊഴട്ടെ. പിന്നെ ശിവൻ്റെ അവിടെ നിങ്ങളുടെ നാട്ടിലുള്ള ഏത് ശിവനാണെന്ന് വെച്ചാൽ ആ ശിവനെ കോളമാലയൊക്കെ ചാർത്തുക. അപ്പോൾ പിന്നെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാനും പറയുക. ഇത് ഈ സൂര്യൻ കഴിയുന്നത് മൊത്തം കഴിയുന്നത് 27 10-ാം മാസം. ഇപ്പോൾ 2 കൊല്ലം 5 മാസം കൂടി ഉണ്ട്. സമയം മോശം. അതിനുശേഷം കാര്യങ്ങൾ നന്നായി വരും. അത് അമ്മയോട് പറയുക. ഓക്കെ? ശരി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രഹങ്ങളുടെ പിന്നെ അനിഷ്ടഭാവത്തിലുള്ള നിൽപ്പ്, ആ ഭാവത്തെ വലിയ രൂപത്തിൽ, അത് ഉദാഹരണം ഇപ്പം 2-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. 2-ാം ഭാവാധിപൻ എന്തൊക്കെയാണ്? വാക്ക്, വിദ്യ, കുടുംബം, ധനം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക 2-ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ 2-ാം ഭാവാധിപൻ 12-ൽ പോയി നിന്നാൽ കിട്ടുന്നതിന് ഇരട്ടി ചിലവായി പോകും. ചില ആൾ പറയുന്നില്ല, എത്ര കിട്ടിയാലും ഒന്നും ബാക്കിയാവുന്നില്ല. അവിടെ അയാൾക്ക് തന്നെ തിരിയുന്നില്ല. കാശൊക്കെ എത്രയോ വരുന്നുണ്ട്, പക്ഷേ ഒന്നും കാണാനില്ല. ഏതെങ്കിലും ഒരു കാശ് എടുത്തു വെക്കുമ്പോഴേക്കും ആർക്കെങ്കിലും അസുഖം വരിക വീട്ടിൽ, അല്ലെ വീട്ടിലെ പിന്നെ മിക്സി കേടാവുക, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ തകരാറാവുക, ഉടനെ അതിൻ്റെ റിപ്പയറിൻ്റെ ആളിങ്ങോട്ട് വന്നു,
കൊടുത്തു 2500, അത് പോയി. ഇങ്ങനെ എന്ത്, അല്ലെങ്കിൽ ഫ്രിഡ്ജ് പോയപ്പാവും, അല്ലെങ്കിൽ ഇടിവെട്ടിയിട്ട് മറ്റേ TV പോവും. ഇങ്ങനെ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ വണ്ടിക്ക് തകരാറ് വരും. ഇങ്ങനെ എങ്ങനെയെങ്കിലും കാശ് തീർന്നു പോവുക. ഒരു രക്ഷയും. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എന്താണ് എൻ്റെ ദുർവിധി എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ഇതായിരിക്കും. രണ്ടാം ഭാവം പതി ഒന്നുകിൽ അഷ്ടമത്തിൽ പോയി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ 12ൽ നിൽക്കുന്നുണ്ടാവാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതേപോലെ അയാൾ ഉദ്ദേശിച്ച വിദ്യ നേടാൻ കഴിയാതെ വരിക. അതേ സമയത്ത് തന്നെ രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പോൾ വർത്തമാനവും ശരിയല്ല ഉണ്ടാവും. വർത്തമാനം കൊണ്ടാണല്ലോ ജിഹ്വാഗ്രേ വർത്തതേ ലക്ഷ്മി എന്നല്ലേ. നാവിനെ കൊണ്ടാണ് ലക്ഷ്മി, നാവിനെ കൊണ്ടാണ് ലക്ഷ്മിയെ ഉണ്ടാക്കുക. ജിഹ്വാഗ്രേ ബന്ധുബാന്ധവ, നമ്മൾക്ക് ബന്ധങ്ങളും സ്വന്തക്കാരും ഒക്കെ ഉണ്ടാവുന്നതും നാവിനെ കൊണ്ടാണ്. ശത്രുക്കളെ ഉണ്ടാക്കുന്നതും നാവിനെ കൊണ്ടാണ്. അപ്പോൾ ഈ ജിഹ്വാഗ്രേ, ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ്, ജിഹ്വാഗ്രേ വർത്തതേ ലക്ഷ്മി, അവിടെയാണ് ലക്ഷ്മി സ്ഥിതി ചെയ്യുക. വളരെ സ്നേഹത്തോടെ സംസാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അയാളിലേക്ക് ആകൃഷ്ടരാകും. സ്വാഭാവികമായിട്ടും ചില കച്ചവടക്കാരൊക്കെ കാണുന്നില്ലേ, അപ്പുറം ഇപ്പുറമൊക്കെ കടയുണ്ടാവും, പക്ഷെ അയാൾ കടയിലായിരിക്കും കൂടുതൽ ആൾ കയറുന്നത്. തലശ്ശേരി അങ്ങനെ ഒരു കച്ചവടക്കാരനുണ്ട്, ചെരുപ്പ് കച്ചവടക്കാരന്. ഞാൻ എപ്പോഴും അയാളെ ശ്രദ്ധിക്കാറുണ്ട്. അയാൾ ഒടുക്കത്തെ കച്ചവടം. അയാൾക്ക് സംഭവം എന്താണ്, അയാളുടെ ഞാനും ഒരു പ്രാവശ്യം കയറി അയാളുടെ ഈ വർത്തമാനമൊക്കെ എങ്ങനെയാണെന്ന്. ഞാനും അത്യാവശ്യം ഡയലോഗെല്ലാം അടിക്കാൻ അറിയുന്ന ആളല്ലേ. ഞാൻ ഇയാളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മമ്മായി അയാളെ കൊണ്ട് വർത്തമാനം പറയിപ്പിച്ചു. അങ്ങനെ വേണമല്ലോ നമ്മൾ പഠിക്കുമ്പോൾ. അയാൾ തേനുമുറുന്ന വർത്തമാനങ്ങൾ അയാളങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒപ്പം അയാളുടെ ചെരുപ്പിൻ്റെ ഓരോരോ ചെരുപ്പിൻ്റെയും ഗുണഗണങ്ങൾ അയാൾ വാഴ്ത്തുന്നുണ്ട്. ചെരുപ്പ് ഞാൻ ഇടാൻ നോക്കുമ്പോഴേക്കും അയാൾ എൻ്റെ കാല് വന്ന് പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞു. ഏയ് അതൊന്നും വേണ്ട. അതിൻ്റെ ഇടയിൽ അയാൾ എൻ്റെ കാലിൻ്റെ അടിയിലുള്ള പൊടിയും തട്ടിക്കളയുന്നുണ്ട്. തീർന്നില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ വീഴാൻ പിന്നെ വേറെ ഒന്നും വേണം. അപ്പോൾ ഒരിക്കൽ പോയവൻ വീണ്ടും അയാളുടെ അടുത്ത് വീണ്ടും ചെരുപ്പ് വാങ്ങാൻ പോകുന്നു. ഇതാണ് ആ ഒരു പെരുമാറ്റത്തിൻ്റെ. അപ്പുറവും അതേ ചെരുപ്പ് കട തന്നെയാണുള്ളത്, പക്ഷെ അയാൾ ചൊറിയും കുത്തിയിരിക്കേ ഉള്ളൂ. ഇയാളുടെ ഈ കളിക്ക് മുമ്പിൽ ഈ കളി അയാൾ പഠിച്ചിട്ടില്ല. അങ്ങനെയാണ്. ഞാനൊക്കെ 27 കൊല്ലം ജ്യോതിഷത്തിൽ ടോപ്പായിട്ട് നിന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. വായിൽ നാവ് കറക്റ്റായിട്ട് പ്രയോഗിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഫീൽഡിൽ പിടിച്ചു നിൽക്കാനാവില്ല. ആവശ്യത്തിന് മാത്രം വർത്താനം പറഞ്ഞാലൊന്നും ശരിയാവില്ല. അയാൾ ഭയങ്കര മസിൽ പിടുത്തപ്പെന്ന് പറയും. മസിലൊന്നും ഇപ്പോൾ ആർക്കും കാണണ്ട. ഒരാൾക്കും മസിൽ കാണണ്ടേ. ഇപ്പോൾ കാലത്തിൻ്റെ മാറ്റമാണ്. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ്? ഞാൻ ബാംഗ്ലൂരിൽ. ബാംഗ്ലൂരിന്നോ? ആ ശരി. മെയ് 21 2004 12:34 PM. ഒന്നുകൂടി പറയൂ. മെയ് 21 2004. ഓക്കെ. 12:34 PM. എവിടെയാ ജനിച്ചത്? പിണറായി. ഓ, ഇപ്പം ബാംഗ്ലൂരാണെന്നേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ബാംഗ്ലൂരിൽ പഠിക്കുന്ന. ആരാണ് നിന്റെ? എനിക്ക് വേണ്ടിട്ടാ. ശരി മോളെ. ഓ, ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന. ആവട്ടെ, നല്ല കാര്യം. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ആചാര്യ കോളേജ്. ആചാര്യ കോളേജ്. ഓക്കെ 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 ഓക്കെ. അത് കുറച്ച് ഉള്ളോട്ടല്ലേ അല്ലേ? ശരി. എന്താണ് അറിയേണ്ട വിഷയം? ജോലി കിട്ടുക. ജോലി അല്ല, പഠിക്കുന്നുണ്ട് കുട്ടി. എന്തിനാണ് അങ്ങനെ 10ൽ സൂര്യൻ നിൽക്കുന്ന? ജോലിയൊക്കെ കിട്ടും. എന്താണ് പ്രശ്നം? അങ്ങനെയൊക്കെ കഴിയാനായി, ലാസ്റ്റ് ഇയർ. ഓക്കെ.
ഇപ്പൊ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ആ ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. നിനക്ക് നല്ല കാലം വരാൻ പോകുന്നത് ആ. 26-ന് 3-ാം മാസത്തിന് ശേഷം. അതുവരെ സമയം മോശമാണ്. ഏത് മാസം മുതലാ? ഈ മാസാ? 26, 26, ഇതിപ്പോൾ 25 അല്ലേ? അപ്പോൾ 26 മാർച്ച് മുതൽ, അതായത് 10 മാസത്തിന് ശേഷമാണ് നല്ല സമയം. ആ. ഇപ്പം നടക്കുന്നുണ്ടോ? പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ടോ? ആ, ഇപ്പൊ നടക്കുന്നുണ്ട്. ആ ശരി, ഓക്കെ. പക്ഷെ നിൻ്റെ സമയം തെളിയാൻ കുറച്ചുകൂടി കഴിയും. രാഹുവിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ്. ആ. നാട്ടിലിപ്പോൾ മറ്റോ വരുന്നുണ്ടോ? ആ, വരലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വന്നാൽ ഒന്ന് കാണും. നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതിന്. ശരി. മംഗളത്തിന്റെ അല്ലേ എപ്പാ? മംഗലത്തിൻ്റെ വ്യാഴദശയല്ലേ വരാനുള്ളത്. മംഗലം ഏത് വയസ്സിലാ മംഗളം കഴിച്ചാനല്ലേ? മംഗലം കഴിക്കാൻ നല്ലത് കുറച്ച് ഇങ്ങോട്ട് പോട്ടെ മോളെ. ഒരു 27 വയസ്സിൽ കഴിച്ചാൽ മതി. അതുപോലെ ഫോറിനിലെല്ലാം പോവാൻ ജാതകത്തില് എങ്ങനെ ഫോറിന് പോവാൻ വേദിന? എനിക്ക് മനസ്സിലാവുന്നില്ല നീ പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഫോറിൻ എബ്രോഡ് പോകാനുള്ള ഇതുണ്ടെന്നോ? അതിനൊക്കെ സാധ്യതയുണ്ട്. ലഗ്നാധിപം 11-ലാണ് നിൽക്കുന്നത്. ലഗ്നാധിപം 11-ൽ നിന്നാൽ പുറത്തേക്കൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ്. മാർക്കെല്ലാം കിട്ടുവാ? മാർക്കെല്ലാം കിട്ടും. എല്ലാം ഇപ്പം ചെയ്തിടത്തോളം സെമ്മ് എഴുതി പാസ്സായില്ലേ? സപ്ലി ബാക്കിയുണ്ടോ? ഇല്ല. പിന്നെന്താണ് ഇങ്ങനെ എല്ലാം കിട്ടിയെങ്കിൽ പിന്നെന്താണ്? പിന്നെന്തിനാണ് ഇങ്ങനെ? ജോലി കിട്ടും. ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, അതുകൊണ്ടാ. അല്ല, അത് നിന്റെ സമയം വളരെ മോശമാണ് മോളെ. വളരെ മോശമായ സമയമാണ്. രാഹുവിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവിടുന്ന് തിരുപ്പതി പോകാനുള്ള സൗകര്യം ഉണ്ടോ? ഇല്ല അല്ലേ? പറ്റുമെങ്കിൽ ഒന്ന് തിരുപ്പതിയും കാളഹസ്തിയും പോകുന്നത് നല്ലതാണ്. പോകാൻ പറ്റുമെങ്കിൽ പോകൂ. അതിനുള്ള സാഹചര്യവും ആരെങ്കിലും കൂടുതൽ വരാനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകൂ കേട്ടോ. അത് അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ 8 മണിക്കൂർ മതി. സാഹചര്യം ഉണ്ടെങ്കിൽ പോകാൻ നോക്കുക. ഓക്കെ. ഇപ്പോൾ ഉള്ള സമയം അത്ര നല്ലതല്ല. ഒരു 8 മാസം കഴിഞ്ഞാൽ മാറ്റം വരും. ഓക്കെ. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിന്നെ ഒരു ഭാവാധിപൻ അതുപോലെ തന്നെയാണ് ലഗ്നാധിപൻ്റെ അഷ്ടമസ്ഥിതിയും മറ്റൊക്കെ നമ്മുടെ ആരോഗ്യത്തെയും വളരെയേറെ ബാധിക്കുന്നതാണ്. ലഗ്നാധിപൻ 12-ൽ നിൽക്കുക, ലഗ്നാധിപൻ അഷ്ടമത്തിൽ 6-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതൊക്കെ പലപ്പോഴും ആ വ്യക്തിക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ശാരീരികപരമായ പ്രശ്നങ്ങൾ പലതരത്തിലും അയാൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ജാതകം പരിശോധിച്ചാൽ മാത്രമേ നമ്മളുടെ അവസ്ഥ എന്ത് എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അല്ലാതെ വ്യക്തിക്ക് ഇതൊന്നും രാത്രിയും പകലും നമ്മൾ ആ വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ ഇരുട്ടിനെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. അതേപോലെ ജാതകം നോക്കാത്തവന് ഇരുട്ടിൽ തന്നെ ആയിപ്പോവും പലപ്പോഴും. അത് ശരിയായ രൂപത്തിൽ പറഞ്ഞു തരുന്ന വ്യക്തിക്ക് മാത്രമേ അതിനുള്ള ഇതുണ്ടാവും. ഒരു ബോർഡ് വെച്ചു എന്ന് വെച്ചിട്ട് അയാൾക്ക് എല്ലാവർക്കും ആ കഴിവുണ്ടാവണമെന്നില്ല വെളിച്ചത്തിലേക്ക് നയിക്കാൻ. അതിനെപ്പറ്റി പറയുന്നത് വിളക്ക് കത്തിച്ചാൽ മാത്രമേ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ കാണാൻ പറ്റൂ. കറണ്ട് പോയാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ. അതേപോലെ ജാതകം നോക്കുന്നവന് മാത്രമേ അവൻ്റെ നല്ലതും കെട്ടതുമായ കാര്യങ്ങൾ, ഭാവിയിൽ സംഭവിക്കുന്നതും ഇപ്പോൾ നടക്കുന്നതും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് വാസ്തവമാണ്. ഇത് തിരിച്ചറിയാതെ
ആളുകൾക്കത് വെറും ഒരു പൊട്ടക്കളി, അതെന്തോ ഒരു എന്താ പറയുക, ഒരു വിഡ്ഢിത്തരം, ഇങ്ങനെ കുറേ ആളെ വയറ്റുപിഴപ്പ് എന്നൊക്കെ അവർ പറയും. അത് ദൈവീകതയും അങ്ങനെ തന്നെയാണ്. തിരിച്ചറിഞ്ഞവർക്ക് അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഒരു ഉപാസകനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉപാസന കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണ്, അതെങ്ങനെയൊക്കെ നമ്മളെ രക്ഷിക്കും എന്നൊക്കെ അയാൾക്കറിയാം. അയാൾക്കത് പക്ഷെ മറ്റേയാളെ ബോധ്യപ്പെടുത്താനൊന്നും ആവില്ല. കാരണം അതയാളുടെ അനുഭവമാണ്. മറ്റവൻ ആ മേഖലയിലേക്ക് വരുന്നത് വരെ മറ്റേയാൾക്കത് മനസ്സിലാവില്ല. അയാളെ ബോധിപ്പിക്കാൻ നിൽക്കുന്നത് വിഡ്ഢിത്തരമാണ്. അയാൾക്ക് താല്പര്യം ജനിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ സൂചന കൊടുക്കാമെന്നല്ലാതെ അയാൾക്കതിൽ താല്പര്യമില്ലെങ്കിൽ അയാളോട്, ഞാനൊന്നും അങ്ങനെയുള്ള വ്യക്തികളോട് ആ വിഷയം സംസാരിക്കാറ് പോലുമില്ല. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഒരാളോട് ഞാൻ പറഞ്ഞു, ആ മകന് വല്ല വിശ്വാസമൊക്കെ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പരിഹാരം ഒന്നും പറയണ്ട, എൻ്റെ വർത്തമാനം മാറിയുണ്ടോ അന്നേരം തന്നെ. അത് അയാൾക്ക് ടെൻഷൻ പിന്നെ വെറുതെ ഇത് പരിഹാരം ചെയ്താൽ ടെൻഷനും ഫ്രീ ആവും. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. അതൊക്കെ സൈക്കോളജി പറയുന്നതാണ്. മനഃശാസ്ത്രപരമായിട്ട് തന്നെ നമ്മളിപ്പോൾ പല രോഗങ്ങൾക്കും മരുന്ന് വേണ്ടെന്ന് ഡോക്ടർമാർക്ക് അറിയാം. പക്ഷേ ഞാനെന്തോ കഴിച്ചു, അതുകൊണ്ട് ജലദോഷത്തിനെ കൊണ്ട് പറഞ്ഞ പോലെയാണ്. ജലദോഷം വന്നാൽ മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, അല്ലെ ഒരാഴ്ച കൊണ്ട് മാറും. അങ്ങനെയാണല്ലോ പണ്ടേ പറയുക. അപ്പോൾ എന്തോ കഴിച്ചു എന്നുള്ള തോന്നലാണ്. പല രോഗങ്ങൾക്കും ഇതാണ് അവസ്ഥ. മരുന്നൊന്നും വലിയ കാര്യമായിട്ട് വേണ്ട. പക്ഷേ നിശ്ചയമായിട്ട് ചില രോഗങ്ങൾക്ക് വേണം. ഈ ഗർഭകാലത്ത് കൊടുക്കുന്ന പല ഗുളികകളും ഒരാവശ്യമില്ലാത്തതാണെന്നാണ് എന്നോടൊരു ഡോക്ടർ പറഞ്ഞത്. കാരണം ഗർഭൊരസുഖമല്ല, പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരവസ്ഥ സ്ത്രീയുടെ ഒരവസ്ഥ മാത്രമാണ്. ഏതെങ്കിലും പൂച്ചയോ പട്ടിയോ ഇത് കഴിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇത് അങ്ങനെ വൈറ്റമിൻ ഗുളികകളെല്ലാം കഴിക്കുന്നത് നല്ലത് തന്നെ, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില ഡോക്ടർമാർ വല്ലാതെ അങ്ങ് എഴുതി കൊടുക്കും. അവസാനം പിന്നെ സിസേറിനായിക്കഴിഞ്ഞാൽ 80,000 ആശുപത്രിക്ക് ബില്ലിടാം, മറ്റേതാവുമ്പോൾ 20,000 ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആശുപത്രിക്കൊക്കെ ഇത്ര പ്രസവം ഇത്ര സ്ത്രീകളുടെ വയറ് കീറിക്കൊള്ളാമെന്ന് ആദ്യം മുതലാളിക്ക് എഴുതി കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ. അതൊന്നും അറിയാതെ മനുഷ്യന്മാർ പൊട്ടന്മാരായി പോകും. കാരണം ഗൈനക്കോളജിസ്റ്റ് ഇത്ര ആളുകളെ പ്രസവം ഞാൻ സിസേറിനാക്കിക്കൊള്ളാം, അത് അവസാന നിമിഷം പല ഡയലോഗും ഉണ്ടല്ലോ. വെള്ളമില്ല ഒന്നാമത്തെ ഡയലോഗാണ്. വെള്ളം പറ്റിയിട്ടാണുള്ളത്, കുട്ടിയുടെ തല തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ പേടിച്ചു പോകും. ഏത് പിന്നെ കഠിന ഹൃദയനും അപ്പോൾ ആകെ ദുർബലനാവും. സ്വന്തം ഭാര്യയാണ് കിടക്കുന്നത് അകത്ത്. അപ്പോൾ ഇനി വെച്ച് താമസിപ്പിക്കാൻ എനിക്ക് ധൈര്യമില്ല, നിങ്ങൾ റിസ്ക് എടുക്കണമെന്ന് പറയും. തീർന്നില്ലേ? ഇനിയെല്ലാം എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിങ്ങളുടെ, അച്ചിക്കും കുട്ടിക്കും എന്തെങ്കിലും പറ്റിയാൽ അത് നിങ്ങളുടെ റിസ്ക്കാണ് എന്നൊരു ഭീഷണിയും കൂടി വരുന്നതോടുകൂടി, ഡോക്ടറെ അച്ചിക്കും കുട്ടിക്കും ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങളിങ്ങ് തന്നാൽ മതി, ആയി 80,000 ആയി. അതാണ് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നല്ല, പല സ്ഥലത്തും നടക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. ഒരു ഡോക്ടർക്കും പരാതി വേണ്ട. അയാളുടെ ഉള്ളിലേക്ക് അയാൾ ടോർച്ചടിച്ചാൽ അയാൾക്ക് മനസ്സിലാവും ഇന്ദുലാൽ സത്യമേ പറയുന്നുള്ളൂ എന്ന്. പക്ഷെ അയാൾ നിസ്സഹായനാണ്, അയാൾക്ക് ജോലി വേണ്ടേ? അല്ലേ നീ പോയിക്കോ, ഈ ആശുപത്രിയിൽ നിന്ന് പോയിക്കോ എന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ ഇവിടെ വേണ്ടെന്ന് പറയും. ആ സ്കിറ്റ് കാണിച്ച വളരെ കറക്റ്റാണ്. മറിമായത്തിൽ മൊയ്തു ഡോക്ടറെ വളരെ ഇഷ്ടവും മറ്റേ ഡോക്ടർ ഭർത്താവായ ഡോക്ടറെ വെറുപ്പും കാണുന്നില്ലേ? ആ സ്കിറ്റ് നിങ്ങൾ കണ്ടു കാണല്ലോ, അത് സത്യമാണ്. ഒരു കോളുണ്ട്. ഹലോ 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 ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചെറുകുന്ന്. പറയൂ. 28/1/2006.
രാവിലെ 5:25. ആരുടേതാണ്? എന്റെ തന്നെ. എന്താണ് അറിയേണ്ടത്? ഇപ്പത്തെ സമയല്ല. പഠിക്കുന്നുണ്ടോ? ആ ഉണ്ട്. എന്തിനാണ് പഠിക്കുന്നത്? ബികോമിന് ലാസ്റ്റ് ഇയർ. ആ, ശുക്രദശയാണ്, തീരാൻ പോവുകയാണ്. ശുക്രൻ ആ ഈ 25 ശുക്രൻ ഈ 25-ാം തീയതി ശുക്രൻ തീരുകയാണ്. അപ്പോൾ ദശാസന്ധിയാണ് ശുക്രരവി സന്ധി എന്ന് പറയും. 4 മാസക്കാലം. 4 മാസം കഴിയുന്നവരെ ഒരു വാഹനം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ആ, വാഹനത്തിലൊന്നും കയറി കളിക്കണ്ട. ആ. അത് കഴിഞ്ഞാൽ ആ സന്ധി കഴിഞ്ഞാൽ പിന്നെ സമയം കുറച്ചുകൂടി തെളിയുന്നുണ്ട്. ചന്ദ്രൻ്റെ അവഹാരം വളരെയേറെ അനുകൂലമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ഇനിയുള്ള 5 മാസക്കാലം അല്ല 4 മാസക്കാലം വളരെ മോശമാണ്. 4 മാസം. 4 മാസം അത് അതായത് ഇപ്പോൾ ഇത് 6-7-ാം മാസമല്ലേ, ഈ കൊല്ലം കഴിയുന്നത് വരെ. അതിനുശേഷം നല്ല കാലം. അതിന് ഹയർ സ്റ്റഡിക്ക് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? ഇനി ജോലിക്ക് നോക്കാനുള്ള ജോലിയൊക്കെ ശരിയാവും. അതിനൊന്നും പ്രശ്നം കാണുന്നില്ലല്ലോ. വേറെ വല്ല എത്ര വയസ്സിൽ? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം കഴിഞ്ഞാൽ സമയം തെളിയും. അതിപ്പം പെട്ടെന്ന് പ്രൈവറ്റിലല്ലേ ശരിയാവുള്ളൂ. ഇവിടെ ലഗ്നാധിപൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നു, വ്യാഴം. അതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ആ, ശ്രദ്ധിച്ചിട്ടില്ല 2 കല്യാണം ഉണ്ടാവും. അതിപ്പോഴേ പറഞ്ഞിട്ടില്ലെന്ന് വേണ്ട. അല്ല, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 2 കല്യാണം കഴിക്കേണ്ടി വരും. അത് വെറുതെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 20 വയസ്സുള്ള ചെക്കനോട് എന്ത് പറയാനാണ്? അത് ഇപ്പം പിന്നെ ജാതകത്തിൽ കണ്ടൊരു കാര്യം സൂചിപ്പിച്ചതാണ്. ജോലി സംബന്ധമായിട്ട് ഈ പറഞ്ഞ സമയം ശരിയാവും. അതൊക്കെ നോക്കൂ. അതൊക്കെ അങ്ങനെയുള്ള യോഗമൊക്കെ ഉണ്ട്. ധർമ്മകർമ്മ രാജയോഗം, മറ്റേ നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവനല്ലേ, നല്ല ഒത്ത ശരീരമല്ലേ, ഒത്ത ഓവൽ ഷേപ്പുള്ള ഒത്ത യുവാവല്ലേ, നല്ല ഡിമാൻഡ് അല്ലേ ക്ലാസ്സിലൊക്കെ. ചെറുകുന്നമ്മേൻ്റെ അനുഗ്രഹം, വേറെ എന്ത് പറയാനാ. ഇൻസ്റ്റയിൽ അധികം വേണ്ട കേട്ടോ കളി. ഇൻസ്റ്റയിൽ അധികം കളി വേണ്ട. നമ്മളെ അവസ്ഥ നോക്കി നമ്മൾ കളിക്കുക. ഇവിടെ ഇപ്പോൾ അത്ര സെറ്റപ്പിലുള്ള ആളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ കളിച്ചാലൊന്നും നമുക്ക് ശരിയാവില്ല. അതെല്ലാം കുറേ കെട്ടിവെച്ചവർ കളിച്ചോട്ടെ. നമുക്കത്ര വലിയ കളി പറ്റില്ല. നമുക്ക് അടിയന്തരമായി ജോലിയൊക്കെ നോക്കുക വേണ്ട. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? 20 വയസ്സുള്ള ചെക്കനോട് ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷെ ഓരോ പ്രായത്തിനും ഓരോരോ കളികളുണ്ടാവും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ ഭാവിക്കത് കുഴപ്പം വരുമല്ലോ. നമ്മളിപ്പോൾ ഈ പറയുന്ന സമയം ഈ 10 മാസം കൊണ്ട് പിടിക്കണം, അല്ല 6 മാസം കൊണ്ട് ജോലി, നല്ലൊരു ജോലി ഈ വർഷം കഴിഞ്ഞ ഉടനെ. ഇപ്പോൾ ഏതെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട് പോയിക്കോളൂ. എന്നിട്ട് പിന്നെ നല്ല ജോലിക്ക് വേണ്ടി ഈ പറഞ്ഞ സമയം വരും കേട്ടോ. അങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ നല്ല ഫലമാണ് ഞാൻ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. തൊഴിൽ സംബന്ധമായിട്ട് നല്ല കാര്യമാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിലങ്ങ് ഉറച്ച് വിശ്വസിക്കുക. മറ്റേ കാര്യമൊന്നും പിന്നെ ഞാൻ പറഞ്ഞ അതൊക്കെ കുറേ കൊല്ലം കഴിഞ്ഞിട്ടല്ലേ. ശ്രദ്ധിച്ച് കല്യാണം കഴിക്കണം കേട്ടോ. വെറുതെ എടുത്തിയാടി കല്യാണം കഴിക്കരുത്. ഓക്കെ, ശരി. ഓക്കെ. ദേവി രക്ഷിക്കട്ടെ, ചെറുകുന്നമ്മ രക്ഷിക്കട്ടെ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ലഗ്നാധിപൻ്റെ അവസ്ഥ, അത് പിന്നെ എന്താ പറയുക, മനുഷ്യനെ ലഗ്നാധിപന് കേന്ദ്രത്തിലൊക്കെ നിൽക്കുന്നതൊക്കെ, ത്രികോണത്തിൽ ഒക്കെ നിൽക്കുന്നതൊക്കെ വളരെ, ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നുണ്ട് പറയേ വേണ്ട. എല്ലാം കൊണ്ടും മൂർത്തിക്കും കീർത്തിക്കും നല്ലതെന്നാണ് പറയുക. സ്വന്തമായിട്ട് കീർത്തി ഉണ്ടായിത്തീരുക എന്നുള്ളത് അത്തരക്കാരുടെ ബലമാണ്. ചില ആളുകൾക്ക് ഒരു കാരണവുമില്ലാതെ ദുഷ്കീർത്തി ഇങ്ങനെ പരക്കുകയും കേൾക്കുകയും ചെയ്യും. അത് ലഗ്നാധിപന് ചില കുഴപ്പങ്ങൾ വരുമ്പോഴാണെന്ന് പറയുന്നു. പിന്നെ
ആടിനെ പട്ടിയാക്കും, പട്ടിയെ വേണമെങ്കിൽ ആടും ആക്കും, അത് വേറെ കളിയുണ്ടല്ലോ, അതെന്തോ ആട്ടെ. ഏതായാലും ജ്യോതിഷം പറയുമ്പോൾ ലഗ്നത്തിൽ ലഗ്നാധിപൻ ബലവാനായി നിൽക്കുന്നു. ആ ലഗ്നാധിപൻ അവിടെ നന്നായിട്ട് ബലത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ, അതിൻ്റെ ഷഡ്ബലങ്ങളൊക്കെ കറക്റ്റാണെങ്കിൽ അയാൾക്ക് വേറെ ഒന്നും വേണ്ട, മറ്റേത് ഗ്രഹങ്ങൾ എങ്ങനെ നിന്നാലും അയാളുടെ ജീവിതം വിജയിക്കുമെന്നാണ്. അത് ചരരാശിയാണെങ്കിൽ അന്യനാട്ടിലായിരിക്കും, സ്ഥിരരാശിയാണെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ ഭയങ്കരമായിട്ട് കീർത്തി കേട്ട്, ഇപ്പം പൊളിറ്റിക്സിലും മറ്റൊക്കെ കളിച്ചിട്ടും മറ്റൊക്കെ വലിയ സൽകീർത്തിയൊക്കെ വന്ന് ഉയരത്തിലേക്ക് പോകുന്ന ആളെയൊക്കെ കാണുന്നില്ലേ, അതൊക്കെ ഇത്തരം വ്യക്തികളായിരിക്കും. അതുപോലെ 10ാം ഭാവവും അവർക്ക് വളരെയേറെ നല്ല മുത്ത് പോലെ നിൽക്കുന്നുണ്ടാവും. അതായത് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യില്ല, മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമുണ്ടാവും. അതൊക്കെയാണല്ലോ പൊതുപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ, അതാണല്ലോ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുക. അത്തരം വ്യക്തികളെ നേരിട്ട് പരിചയപ്പെടാൻ ഭാഗ്യം സിദ്ധിച്ചവനാണ് ഞാൻ. അവരെ അത്തരം ആൾക്കാരുടെ ജാതകം പരിശോധിക്കാനും സ്ഥിരമായിട്ട് മറ്റുള്ളവർക്ക് പാര വെക്കുന്നൊരു നേതാവ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അയാളെ ജാതകം ഞാൻ നോക്കും ബഹുവിശേഷം. അയാളെ ജാതകം അയാൾ ഇങ്ങനെ ഞാൻ തന്നെ അവിടെ എഴുതി വെച്ചു, വേറെ പേപ്പറിൽ പകർത്തി. അയാളെന്നോട് ചോദിച്ചു, താൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അയാൾ ചെയ്യുന്ന മുഴുവൻ പാരയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അയാളെ പഠിക്കാൻ വേണ്ടി ഞാനത് എഴുതി വെച്ചതാണ്. എന്നിട്ട് അത് വെച്ച് അയാളെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ആ ജാതകം നന്നായിട്ട് പഠിച്ചു. അയാൾ എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി, അയാൾ പുറത്ത് പറയുന്നതും അകത്ത് ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല അയാൾക്ക്. അത് നേരിട്ട് എനിക്കറിയാം. അപ്പോൾ അയാളുടെ ജാതകത്തിലും അത് തന്നെയാണ്. കാപട്യം, വഞ്ചന, ചതി, അത് മാത്രമേ അയാൾക്ക് അറിയുള്ളൂ. പക്ഷെ നേതാവായി പോയി. അതാവുമല്ലോ, അത് ചില ആൾക്കാരുടെ കുൽസിത മാർഗത്തിലൂടെയും നേതാവാകാൻ പറ്റും. പിന്നെ പക്ഷേ കാലാകാലം എല്ലാവർക്കും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു കാലത്ത് അയാൾ വീഴും, അത് സംശയമില്ല. ഇപ്പോൾ ഏതാണ്ട് വീണ പോലെയാണ് അയാൾ, ഒരു 0 ടൈപ്പ് പോലെ. ഇപ്പം ഉജ്ജത്ത് എല്ലാം കഴിഞ്ഞു അതില്ലേ, കൊലക്കൊമ്പനായിട്ടൊക്കെ കളിച്ച മനുഷ്യനാണ്. താഴോട്ട് പോയി, അതങ്ങനെ പോവും. അത് കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ജ്യോതിഷം പഠിക്കേണ്ടത്. ഞാൻ എൻ്റെ ജ്യോതിഷ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അവർക്ക് വേണ്ടി പറയുകയാണ് ഇതൊക്കെ. ഹലോ ജനുവരി 7 1:44 PM. എവിടുന്നാണ് വിളിക്കുന്നത്? പിണറായി. ജനുവരി 7 1:44 PM. ഏത് കൊല്ലമൊന്നു വേണ്ട മോളെ? 2004. ആ 7:44 PM അല്ലേ? 1:44. 1:44. ഓക്കെ 144. ഓക്കെ, മലയാളം പറഞ്ഞാൽ തിരിയും, ഇംഗ്ലീഷുകാരനല്ല. 1:44 AM 144 അല്ലേ? ശരി, 144 ശരി, ഒന്നിച്ച് വായിക്കും. അതെയോ 144? 1:44. ശരി. തിരുവാതിര ആരാണ്? സോറി കേട്ടോ, ഞാൻ ഈ ശബ്ദം കേട്ടിട്ട് മോള് തന്നെയാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചു പോയി. അതായത് മോളേന്ന് വിളിച്ചത്, മാപ്പാക്കണം കേട്ടോ മാഡം, സോറി. അപ്പം തിരുവാതിര അതുകൊണ്ട് മാപ്പെല്ലാം പറയണം, അല്ല കടുപ്പക്കാരിയായിരിക്കുന്ന. തിരുവാതിര നക്ഷത്രം അങ്ങനെയല്ലേ? ആണോ, കടുപ്പക്കാരിയാണോ നിങ്ങൾ? കുറച്ച് കടുപ്പല്ലേ? നീ നല്ലയാണെങ്കിൽ ഞാനും നല്ലേ, നീ മോശമാണെങ്കിൽ ഞാനും മോശം അല്ലേ? അങ്ങനെയല്ലേ? അതാ അങ്ങനെ ഈ ലോകത്ത് പറ്റുള്ളൂ. ശരി, അങ്ങനെ പോകട്ടെ, ഇനി അത് മാറ്റൊന്നും വേണ്ട. അപ്പോൾ പിന്നെ പൗർണമിക്ക് ജനിച്ചവളാണ്, അതുകൊണ്ട് നല്ല മനസ്സാ, അതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നടക്കുന്നത് പിന്നെ എന്താണ് പറയുക,
പിന്നെ പിന്നെ എന്താ വ്യാഴദശയാണ്. വ്യാഴദശയിൽ ഇപ്പം നടക്കുന്ന ചന്ദ്രാപഹാരം ആണ് മോക്ക് നടക്കുന്നത്. ഓക്കെ, വ്യാഴദശ. വ്യാഴദശയിൽ പിന്നെ ചന്ദ്രാപഹാരം നടക്കുന്നു. അപ്പോൾ പിന്നെ 2029 വരെ മോക്ക് നല്ല അനുകൂലമായ സമയമാണ്. ഇപ്പോൾ എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്? എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ആ ശരി. എവിടെയാണുള്ളത്? കൊല്ലം. TKM അമൃതാനന്ദ. ഓക്കെ, രണ്ടും നല്ല തന്നെ. ശരി. അപ്പോൾ എന്തായാലും ഇക്കൊല്ലം ഇറങ്ങൂലേ കുട്ടി? പരീക്ഷ കഴിഞ്ഞു. ശരി. അപ്പോൾ ഇപ്പം ക്യാമ്പസ് നടക്കും. ഇപ്പൊ 7th സെമ്മില് ക്യാമ്പസ് നടക്കും, തുടങ്ങിയില്ല. തീർച്ചയായിട്ടും കിട്ടും, ജോലി കിട്ടും, ഒരു കുഴപ്പവും കാണുന്നില്ല. 11 വ്യാഴല്ലേ, വളരെയേറെ ഐശ്വര്യത്തിൽ പോകുന്നല്ലേ കാണുന്നത്. 11 വ്യാഴം ഈ വ്യാഴദശ തീരുന്ന പിന്നെ 29 തന്നെ നല്ല അവസ്ഥയിലെത്തും. അതിനു മുമ്പേ കല്യാണവും നടക്കുന്നത് തന്നെയാണ് നല്ലത്. കല്യാണം പെട്ടെന്ന് നടക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കുറേ അങ്ങോട്ട് തള്ളിപ്പോവും. അല്ല, ഇപ്പം തന്നെ പെട്ടെന്ന് കഴിച്ചോട്ടെന്ന് ഞാൻ പറയുന്നത്. ഈ ജോലി കിട്ടിയ ഉടനെ അതിന് അവള് നിക്കുവോന്ന് അറിയില്ല. ബിടെക് കഴിഞ്ഞ് അതോടനുബന്ധിച്ച് തന്നെ അവിടുന്ന് ജോലി ലഭിക്കും. ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കല്യാണം നോക്കുന്നതാണ് നല്ലത്. 29 കല്യാണം, 4 വർഷത്തിനുള്ളിലായിട്ട് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇപ്പോൾ 26 4-ാം മാസം വരെ ഏറ്റവും അനുകൂല സമയമാണ്. അതും വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ 29 എന്തായാലും കല്യാണം കഴിക്കണം. പിന്നെ ശനി വന്നു കഴിഞ്ഞാൽ 29 ഇപ്പൊ 25 ആയിട്ടുള്ളൂ. 3 കൊല്ലം നല്ല സമാധാനത്തിൽ നോക്കിയിട്ട് ആക്കാൻ പറ്റും. പക്ഷേ ഇവള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവളാണ് ഇവളുടെ കാര്യത്തിൽ തീരുമാനിക്കാറുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം തീരുമാനം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. തിരുവാതിരയല്ലേ, അതുകൊണ്ട് അവര് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണ് അവര്. പഠിക്കാനുള്ള വിഷമാന്ന് പറയുന്നത്. അല്ല, അതൊന്നും എനിക്ക് വലിയ ഇതൊന്നുമില്ല. അതെല്ലാം അവള് നേടി ഇങ്ങ് പോരും. വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നേ, വിഷമങ്ങളൊക്കെ തരണം ചെയ്ത് പോകണ്ടേ കുട്ടികൾ. അതിപ്പോ എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ ഉത്തരവാദിത്തമുള്ള കുട്ടി തന്നെയാണ്, അങ്ങനെ പൊട്ടത്തിയൊന്നുമല്ല. 11 വ്യാഴം സൽബുദ്ധി ഈ കുട്ടിക്ക് ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടി അതൊക്കെ പാസ്സായിട്ട് നന്നായിട്ട് വരും. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ വെറുതെ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഓരോ ദശയുടെ ആനുകൂല്യമുണ്ടല്ലോ, അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. കൂടുതൽ കല്യാണം അതൊന്നും ഞാനിപ്പം പറയുന്നില്ല. കല്യാണം 7-ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നുണ്ട്, 7-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുന്നുണ്ട്. കുറച്ച് കുഴപ്പമുണ്ട്. അതിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം. അത് കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടി വന്നാൽ കുട്ടിയെ എന്നെ ബന്ധപ്പെടുമെന്ന്. ഞാൻ ഈ പരിഹാരത്തിൻ്റെ വലിയ മറുകര കണ്ട ആളായിട്ടല്ലേ പറയുന്നത്. അതുകൊണ്ട് എന്നെ നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഈ കാണുന്ന 9388504419 അതിൽ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ സമയം ഇന്നിവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെടാം. ഓക്കെ, ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും പരിഹാര കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും നേരിട്ട് വരാൻ സാധിക്കാത്തവർക്ക് ഡേറ്റും ടൈമും വാട്സാപ്പിൽ അയച്ചുകൊണ്ട് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് അങ്ങനെയും ഫലം അറിയാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും എന്നെ വന്ന് കണ്ടാൽ അതിൻ്റെ ഗുണഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ ഞാനല്ല പറയേണ്ടത്, എന്നാലും നിവൃത്തി കേട്ടുകൊണ്ട് പറഞ്ഞല്ലേ പറ്റൂ. എനിക്ക് വേണ്ടി പറയാൻ ഞാനല്ലേ ഉള്ളൂ. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ നിശബ്ദനായാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നല്ലേ ഇവരുള്ളവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഉച്ചത്തിൽ പറയുക തന്നെ, ഞാൻ വലിയ സംഭവമാണ്. ഒരു സംഭവം ഇല്ല, അങ്ങനെ ആരും ഇല്ലല്ലോ. ഒരു സംഭവമായിട്ട് വെറുതെ തോന്നിയല്ലേ നമുക്ക് വലിയ സംഭവമാണ്. ആരും വലിയ സംഭവമൊന്നുമല്ല. ഈ AI-യുടെ കാലത്ത് ലോകം മുഴുവൻ മാറി മറിയുമ്പോൾ ആരും വലിയ സംഭവമൊന്നുമല്ല. ഞാനും സംഭവമൊന്നുമല്ല. ഞാനിങ്ങനെ പറയുന്നു, എൻ്റെ വയറ്റിപ്പഴപ്പ് എന്നോട് പൊറുക്കുക, അത്രയല്ലാതെ ഞാനെന്ത് പറയാനാണ്. അപ്പോൾ
എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.